വയനാടിനൊരു കൈത്താങ്ങ് പദ്ധതിയുമായി ഫറോക്ക് ഏരിയയിലെ ബസ് ഉടമകളും തൊഴിലാളികളും 150ഓളം ബസ്സുകൾ ഓഗസ്റ്റ് 22-ന് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി വേതനവും കളക്ഷൻ തുകയും നൽകും. ഈ വയനാട്ടിലെ ഇപ്പോഴത്തുണ്ടായ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് വീട് നശിക്കുകയും മറ്റൊരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകൾ ഈ വരുന്ന ആഗസ്റ്റ് 22-ാം തീയതി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും അവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഒരു 25 വീട് ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ ബസ്സുകളും അന്നത്തെ ദിവസം തൊഴിലാളികളടക്കം സഹകരിച്ചുകൊണ്ട് ബസ് ഓടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലുടനീളം എല്ലാ ബസ്സുകളും ഓടുന്നു. ഫറോക്ക് ഭാഗത്തെ 150ഓളം ബസ്സുകൾ ആ ആവശ്യത്തിലേക്ക് വേണ്ടി ഈ 22-ാം തീയതി മുഴുവനായും സർവീസ് നടത്തുകയാണ്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ ബസ്സുടമകൾ നടത്തുന്ന വയനാടിന് ഒരു കൈത്താങ്ങ് പദ്ധതി ഫണ്ട് സമാഹരണത്തിന് ഫറോക്ക് ഏരിയയിലെ 150 ബസ്സുകൾ ഓഗസ്റ്റ് 22-ന് സർവീസ് നടത്തും. അന്നത്തെ മുഴുവൻ കളക്ഷൻ തുകയും ഉടമയുടെയും തൊഴിലാളികളുടെയും വേതനവും ദുരിതബാധിതർക്ക് നൽകുമെന്ന് ഏരിയ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി.കെ. അബ്ദുള്ളക്കോയയും സെക്രട്ടറി കെ.എം. നാരായണൻകുട്ടി പണിക്കരും പറഞ്ഞു. രാവിലെ 10-ന് ബസ് സ്റ്റാൻഡിൽ പോലീസ് ഇൻസ്പെക്ടർ ടി.എസ്. രഞ്ജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ പ്രളയകാലത്തും ബസ് ഉടമകൾ 3.5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ബസ് ഉടമകളുടെ സംസ്ഥാന അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 25 വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.